സ്വകാര്യ മൂലധന നിക്ഷേപം പാർട്ടി നയമാക്കാൻ CPIM. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിക്കുന്ന നവകേരള രേഖയിൽ നയം മാറ്റം ഊന്നിപ്പറയും. നിക്ഷേപം ജനങ്ങൾക്ക് വേണ്ടി എന്ന് CPIM വിശദീകരിക്കും. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ BJPയിലേക്ക് വോട്ട് ചോരുന്നത് ഗൗരവമായി കാണണമെന്നാണ് സംഘടനാ റിപ്പോർട്ടിലെ ഒരു പരാമർശം. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി കൊല്ലം ടൗൺ ഹാളിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്തിലേക്ക് നമ്മൾ വരും. അല്പസമയത്തിനകം ശ്രീജിത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അല്പസമയത്തിനകം ഈ റിപ്പോർട്ടുകൾ, സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടുകൾ, ഒപ്പം ഈ നവകേരള രേഖ, ഇത് രണ്ടും സംസ്ഥാന സമ്മേളനത്തിൽ, പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതിന്മേലുള്ള പൊതുചർച്ച നാളെയാണ് നടക്കുന്നത്. ഈ രണ്ട് രേഖകളും CPIMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ നവകേരള രേഖയിലെ ഒരു നയം മാറ്റം ഈ ഘട്ടത്തിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. സ്വകാര്യ മൂലധന നിക്ഷേപം പാർട്ടി നയമാക്കും എന്നതടക്കമുള്ള പരാമർശങ്ങൾ അതിലുണ്ടാകും എന്നാണ് കരുതുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ടൗൺ ഹാളിൽ നിന്നാണ്. ശ്രീജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടുകൾക്കപ്പുറത്തേക്ക് ഈ നവകേരള രേഖയിലെ പരാമർശങ്ങൾ തന്നെയാകും വലിയ ചർച്ചയാകാൻ പോകുന്നത്. അതിൽ പ്രത്യയശാസ്ത്ര കർക്കശ്യങ്ങളൊക്കെ മാറ്റിവെച്ച് വികസനമെന്ന അജണ്ടയിലൂടെ മുന്നോട്ട് പോകുക എന്നതായിരിക്കും CPIMന്റെ ഭരണതലത്തിലെ നയം എന്നതായിരിക്കും അതിൻ്റെ ഒരു കാതലെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, മൂന്നാം തവണയും ഭരണം ലക്ഷ്യമിട്ട് ഉള്ള നീക്കങ്ങൾക്കാണ് കൊല്ലം സമ്മേളനം തീരുമാനമെടുക്കാൻ പോകുന്നത്. അതിനുള്ള ഒരു ലക്ഷ്യവേദിയായ രേഖയായി ഈ നവകേരള രേഖ മാറും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് സ്വകാര്യ നിക്ഷേപങ്ങൾ, സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങിയ പണ്ട് എതിർത്തിരുന്ന എല്ലാ കാര്യങ്ങളെയും CPIMന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഇപ്പോൾ വാരിപ്പുണരുകയാണ്. എന്നാൽ ഇങ്ങനെ ഇതിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ പ്രത്യയശാസ്ത്രപരമായ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന സംശയം പല കോണുകളിലും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ നിക്ഷേപവും അടക്കമുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ നയത്തിന്റെ ഭാഗമാക്കുന്ന സുപ്രധാനമായ രേഖയാണ് ഇന്ന് 4:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിന്റെ പൊതുവഴികൾ എന്ന രേഖ. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരളത്തിന്റെ കാഴ്ചപ്പാട് എന്ന രേഖ എത്രമാത്രം ഫലപ്രദമായി നടപ്പിലാക്കി, അക്കാര്യത്തിൽ എത്രമാത്രം മുന്നോട്ട് പോകാനായി തുടങ്ങിയ വിമർശനപരമായിട്ടുള്ള വിലയിരുത്തലുകൾക്കൊപ്പം ഭാവിയിലേക്കുള്ള കേരളം എങ്ങനെയാകണം എന്ന് സംബന്ധിച്ച കാര്യങ്ങളും ഈ രേഖയിൽ ചൂണ്ടിക്കാണിക്കും. അതിലാണ് ഈ സ്വകാര്യ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രത്യയശാസ്ത്ര ദാർഢ്യം ഉപേക്ഷിച്ച് വികസനം എന്ന ഒറ്റ അജണ്ടയിലേക്ക് പാർട്ടിയെയും സർക്കാരിനെയും കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ അതുവഴി ജനങ്ങൾക്ക് തൊഴിലവസരങ്ങളും മറ്റും പ്രദാനം ചെയ്യാൻ കഴിയും. അപ്പോൾ സർക്കാരിനൊപ്പം കൂടുതൽ ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് മൂന്നാം തവണയും ഭരണം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് CPIM പ്രകടിപ്പിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം ടൗൺ ഹാളിൽ നിന്ന്. ഈ റിപ്പോർട്ടുകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും നാളെയും ഒക്കെയായി അതിനുമേൽ വിപുലമായ ചർച്ചകൾ നടക്കുകയും ചെയ്യും.